بسم الله الرحمن الرحيم أيحسب الصب أن الحب منكتمون ما بين منسجم منه ومضطرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ബുർദ പഠന ക്ലാസിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ധാരാളം പറയാനും കേൾക്കുവാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ നാം പറഞ്ഞിരുന്നു, ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദയുടെ ആദ്യ ഭാഗം സാധാരണ കവികൾ സ്വീകരിക്കുന്ന ചില ശൈലികളും ചില സങ്കല്പങ്ങളും ചില രീതികളുമൊക്കെ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നും ഇനിയും തുടർന്നുള്ള കുറച്ച് ബൈത്തുകളും അതേ രൂപത്തിലുള്ള ശൈലിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലേക്കും അവിടുത്തെ പ്രത്യേകതകളിലേക്കും അവിടുത്തെ മുഅ്ജിസത്തുകളിലേക്കും ചരിത്രങ്ങളിലേക്കും ഒക്കെ പ്രവേശിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുകളൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഈ തുടക്കഭാഗം കേൾക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബുർദ എന്ന് മനസ്സിലാക്കി പോകരുത്. ചരിത്രങ്ങളും മറ്റ് മുഅ്ജിസാത്തുകളും ഒക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ഇന്നലെ നാം പറഞ്ഞിരുന്നത്, ബുസരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് കൊണ്ട്, അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് അവിടുന്ന് കണ്ണുനീര് വരുന്നതും അവിടുന്ന് മനസ്സ് കിടക്കുന്നതും ഹൃദയത്തിലും ശരീരത്തിലുമൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അലിഞ്ഞു ചേർന്നത് കാരണം അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് ചില ഭാവനകൾ അവിടുത്തെ സ്വന്തം ശരീരത്തെ അഭിസംബോധകനാക്കി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ശൈലി, അതിൻ്റെ ബാക്കി തുടരുകയാണ്. അത് അവിടുന്ന് പറയുകയാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള അടക്കാനാകാത്ത സ്നേഹം, ഒതുക്കാനാകാത്ത മഹബത്ത്, അതിങ്ങനെ പ്രകടമായിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും അത് മറച്ചു വെക്കാൻ കഴിയുകയില്ല എന്ന് അവിടുന്ന് വിലപിച്ചുകൊണ്ട് പറയുന്ന ബൈത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവിടുന്ന് പറയുന്നു, അയഹ്സബു സ്വബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമു. ഒരു പ്രേമിക്ക്, ഒരു കവിതാവിന് അന്നൽ ഹുബ്ബ മുൻകതിമുൻ, പ്രേമാതുരതയെ മറച്ചു വെക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അയഹ്സബു സ്വബ്ബു, ഒരു പ്രേമി, ഒരു കവിതാവ് വിചാരിക്കുന്നോ? അന്നൽ ഹുബ്ബ മുൻകതിമുൻ, പ്രേമത്തെ, അനുരാഗത്തെ മറച്ചു വെക്കാൻ കഴിയുമെന്ന്. മാ ബൈന മുൻസജിമിൻ മിൻഹു, ആ പ്രേമിയിൽ നിന്നുള്ള ഒലിക്കുന്ന കണ്ണുനീരിൻ്റെയും അതുപോലെ മുളുത്തരിമി, തപിക്കുന്ന പിടക്കുന്ന ഹൃദയത്തിൻ്റെയും ഇടയിൽ ഈ അനുപമ പ്രേമത്തെ, നിസ്തുലമായ സ്നേഹത്തെ അത് മറച്ചു വെക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അവിടുന്ന് വിലപിച്ചുകൊണ്ട് പറയുകയാണ്. നാം ബുസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പ്രേമി, കമിതാവ് എന്നൊക്കെ പ്രയോഗിക്കുന്നത് മഹാനവറുകളെ കുറിച്ചാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം അഭിസംബോധന ചെയ്യുമ്പോൾ നബിയെ സ്നേഹിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നു, അവിടുത്തെ മഹബത്ത് പ്രകടിപ്പിക്കുന്നു, ഈ രൂപത്തിലാണ് നാം സംസാരിക്കേണ്ടത്. നബിയെ പ്രണയിക്കുന്നു, നബിയെ പ്രേമിക്കുന്നു പോലത്തെ പ്രയോഗങ്ങൾ അത് ഒഴിവാക്കുകയാണ് നാം ചെയ്യേണ്ടത്. മറിച്ച് ആ സ്ഥാനത്ത് നബിയെ സ്നേഹിക്കുക, നബിയെ മഹബത്ത് വെക്കുക, നബിയെ ആദരിക്കുക, ഈ തരത്തിലാണ്
നാം ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇവിടെ ബുസൂരി ഇമാം സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് ഈ സൊബ് പ്രേമി എന്നും അതുപോലെ പ്രേമാതുരത എന്നൊക്കെ അവിടത്തെക്കുറിച്ചുള്ള ഈ കായത്താണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഈ കരയലും ഈ മനസ്സ് വേദനിക്കലും ഇതൊക്കെ വെറുതെയല്ല. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലൗലൽ ഹാവാ ലം തൂരിഖ് ദംഅൻ അലാ ത്വലലി ഓലാ ആരിഖ് താലി ദിക്രിൽ ബാനി വൽ അലമീ. അവിടുന്ന് പറയുകയാണ്, ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലൗലൽ ഹവ, ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലം തുരിഖ്, നീ ഒലിപ്പിക്കുകയില്ല, ദം അൻ, കണ്ണുനീരിനെ, അലാ ത്വലലി, പ്രവാചക ഭവനത്തിൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ ഓർത്തതിന് വേണ്ടി നീ ഒരിക്കലും കണ്ണുനീര് ഒലിപ്പിക്കുകയില്ല. വല അരിക്ത, നീ ഓർക്കൊയ്ക്കുകയില്ല, ലദിക്രിൽ ബാനി, ബാന് വൃക്ഷത്തെയും ഒൽ അലമി, അലം പർവ്വതത്തെയും ഓർത്തതിന് വേണ്ടി. ബാന് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം, മുള്ളുകൾ ഉള്ള ഒരു വൃക്ഷമാണ്, മക്ക മദീന ഭാഗത്തൊക്കെ കാണപ്പെടുന്ന. അതുപോലെ ഒൽ അലമി, അലം പർവ്വതത്തെയും ഓർത്തതിന് വേണ്ടി നീ ഒരിക്കലും ഉറക്കൊയ്ക്കുകയും കരയുകയും ചെയ്യുമായിരുന്നില്ല എന്ന് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അപ്പം അതുകൊണ്ട് അനുപമ സ്നേഹം, തുല്യതയില്ലാത്ത സ്നേഹം, മഹബത്ത്, ആത്മാർത്ഥമായ അവിടുത്തോടുള്ള ഇഷ്ക്, അതുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഉറക്കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ കണ്ണുനീര് പൊഴിക്കുന്നതും. നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഉറക്കു വരികയില്ല. വലിയ ഇഷ്ടമുള്ള, വലിയ നമുക്കൊരു നേട്ടമുള്ള കാര്യം നാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചിന്തിച്ച് നമുക്ക് ഉറക്കു പോവും എന്ന പോലെ, അതുപോലെ തന്നെ ചിലപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുനീര് പൊഴിക്കും. ആ ഒരവസ്ഥ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് എന്ന് ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. തുടർന്ന് പറയുകയാണ്, ഈ സ്നേഹത്തെ, ഈ അനുപമ സ്നേഹത്തെ, ഈ തുല്യതയില്ലാത്ത മഹബത്തിനെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയുകയില്ല. ഫകൈഫ തുൻഗീറു ഹുബ്ബൻ ബഅദ മാ ഷഹിദത് ബിഹി അലൈക ഉദൂലുദ്ദംഇ വസ്സഖമി. ഫകൈഫ തുൻഗിറു, എങ്ങനെയാണ് നിനക്ക് നിഷേധിക്കാൻ കഴിയുക? ഹുബ്ബൻ, സ്നേഹത്തെ, ബഅദ മാ ഷഹിദത് ബിഹി, ആ സ്നേഹം കൊണ്ട് സാക്ഷി നിന്നതിന് ശേഷം, ആ സ്നേഹം കൊണ്ട് ഈ അടയാളപ്പെടുത്തിയതിന് ശേഷം, അലൈക്ക, നിന്റെ മേൽ, ഉദൂലുദ്ദംഇ വസ്സഖമി, കണ്ണുനീരും അതുപോലെ ശരീരം വലിയുന്ന രോഗവും അത് നിന്റെ മേലിൽ, ആ രണ്ട് നീതിമാന്മാരായ സാക്ഷികൾ നിന്റെ മേലിൽ അടയാളപ്പെടുത്തിയിരിക്കെ, നിന്റെ മേലിൽ സാക്ഷി പറഞ്ഞിരിക്കെ, നിനക്കെങ്ങനെയാണ് സ്നേഹത്തെ, അനുരാഗത്തെ നിനക്കെങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക എന്ന് മഹാനവറുകൾ മനസ്സിൽ നിന്ന് തികട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ശരീരത്തോട് തന്നെയാണ് പറയുന്നത്. ഫകൈഫ തുൻഗിറു ഹുബ്ബൻ, എങ്ങനെയാണ് നിനക്ക് അനുരാഗത്തെ, സ്നേഹത്തെ, അത് നിനക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? ബഅദമാ ഷഹിദത്ത് ബിഹി, അതുകൊണ്ട് സാക്ഷി നിന്നതിന് ശേഷം, അലൈക്ക, നിന്റെ മേലിൽ, ഉദൂലുദ്ദംഇ വസ്സഖമി, കണ്ണുനീരെന്നയും ശരീരം മെലിയുന്ന എന്ന ദീർഘമായ രോഗം അതും നിലനിന്നതിൻ്റെ ശേഷം, അഥവാ അവിടുത്തെ ശരീരം മെലിഞ്ഞു പോകുന്നു, ചിന്തിച്ചിട്ട്, ദുഃഖിച്ചിട്ട്, ആലോചിച്ചിട്ട് ശരീരം മെലിഞ്ഞു പോകുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഇഷ്ക്, ആ സ്നേഹം അങ്ങോട്ട് പൂത്തുലഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. ഇത് കാണുന്ന ആർക്കും ഈ അനുപമ സ്നേഹം മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. ആ അനുപമ സ്നേഹം ഇല്ല എന്ന് പിന്നെ ഒരിക്കലും ഇവിടെ മായ്ച്ചു കളയാനോ തേച്ചു കളയാനോ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാനോ സാധിക്കുകയില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മഹാനവകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം അത് ഉള്ളിൽ ഒതുക്കിയിട്ട് പുറത്തു ചാടരുത് എന്ന് മനസ്സിലാക്കി മഹാനവകൾ നിൽക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെയാണെങ്കിലും പുറത്തു വരാതിരിക്കുകയില്ല, അത് ഉള്ളിൽ നിന്ന് പുറത്തു ചാടാതിരിക്കുകയില്ല. ആ സ്നേഹം ഇവിടെ ബഹിർഗമിച്ചു കൊണ്ടേയിരിക്കും. അത് മറച്ചു വെക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അടക്കാനാവാത്ത, ഒതുക്കാനാവാത്ത
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക്, അവിടത്തോടുള്ള സ്നേഹം, അവിടത്തോടുള്ള മഹബത്ത് അതിങ്ങനെ മനസ്സിൽ അതിങ്ങനെ കുടികൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടയാളങ്ങൾ ശരീരത്തിലും കണ്ണുനീരിലൂടെ കണ്ണിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇവിടെ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ അത് ഇല്ല എന്ന് നടിക്കുവാനോ ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് അവിടുന്ന് ഒരു കവിയുടെ ഭാഷയിൽ ഒരു സ്നേഹ സൗന്ദര്യത്തിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്നുള്ള വരികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.